ജീവിതം എന്ന് പറയുന്നത് മോർണിംഗ് വാക്ക് പോലെയാണ്. കൂടെ നടക്കുന്നവരെ സൂക്ഷിക്കുക. അവർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നടത്തത്തിന്റെ വേഗതയെ സ്വാധീനിച്ചേക്കാം. ദുബായിലെ മിറക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് പൂക്കളുടെ ഒരു വലിയ ഒട്ടമാനം പൂക്കളുള്ള ഒരു സ്ഥലമാണ്. ആ ഗാർഡൻ മുഴുവനും പലതരം പൂക്കളായതാണ് ആ ഗാർഡന്റെ സൗന്ദര്യം. മനുഷ്യന്മാരും അങ്ങനെയാണ്. ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഭാര്യ പറഞ്ഞാലും ശരി, ഇല്ല ഇതിനെല്ലാം കാരണം ഞാനാണ് എന്ന് ഭർത്താവ് പറയുന്നതായാലും ശരി, അത് രണ്ടും തെറ്റാണ്. അഭിപ്രായ വ്യത്യാസം എന്തിലാണ്? ചെയ്യുന്ന പ്രവൃത്തിയിലാണ്, ആശയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസം. 100% എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെന്നും, പക്ഷെ അതിലേക്കുള്ള യാത്രയാണ് പ്രോഗ്രസ് എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു നല്ല റിലേഷൻഷിപ്പിൽ 2 ഘടകങ്ങൾ ഉണ്ടാകും. നമസ്കാരം സർ. നമസ്കാരം സർ, നമ്മൾ എത്ര ഡിസ്കസ് ചെയ്താലും തീരാത്തൊരു ടോപ്പിക്കാണ് എങ്ങനെ റിലേഷൻഷിപ്സ് നല്ലതാക്കാന്ന്. അതായത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും നല്ല ആൾക്കാരായി മാറും എന്നാണ്. കാരണം നമ്മളൊരു ദിവസം രാവിലെ കണ്ണു തുറന്ന് എണീക്കുമ്പോൾ മുതൽ നമ്മൾ കണക്റ്റഡ് ആണ്. നമ്മുടെ ഫാമിലി റിലേഷൻസ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൊളീഗ്സ്, ഇങ്ങനെ ഒത്തിരി ആൾക്കാരെ നമ്മൾ കാണുകയാണ്. അപ്പൊ എനിക്ക് സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, എങ്ങനെ ബന്ധങ്ങൾ നല്ലതാക്കാം? അത് പറയുന്നതിന് മുമ്പ് ബന്ധങ്ങളുടെ ഒരു പ്രാധാന്യം ഞാൻ പറയാം. സിഡ്നി പോയിറ്റർ എന്ന് പറയുന്ന ഒരു വലിയ സിനിമാ നടൻ ഹോളിവുഡിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് മോർണിംഗ് വാക്ക് പോലെയാണ്. കൂടെ നടക്കുന്നവരെ സൂക്ഷിക്കുക. അവർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നടത്തത്തിന്റെ വേഗതയെ സ്വാധീനിച്ചേക്കാം. ഇതാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നടക്കാൻ പോകണമെന്ന് കരുതിക്കൊള്ളൂ. രാവിലെ നിങ്ങൾ വളരെ സ്പീഡിൽ നടക്കുന്ന ആളാണ്, ഞാൻ വളരെ മെല്ലെ നടക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്പീഡ് കൂട്ടും, എനിക്ക് വേണ്ടി നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ കുറയ്ക്കും. ഞാൻ പോലും അറിയാതെ നിങ്ങളെ സ്വാധീനിച്ചു, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്നെ സ്വാധീനിച്ചു. ജീവിതം അതുപോലെയാണ്. നമ്മൾ ആരുടെ കൂടെ നടക്കുന്നുവോ, നമ്മൾ ആരുടെ കൂടെ ഇടപഴകുന്നുവോ, ആരുമായിട്ട് നമുക്ക് നിരന്തരം ബന്ധമുണ്ടോ, അതനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ പോലും അറിയാതെ ക്രമപ്പെടുത്തപ്പെടും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ആളുകൾ പറയും ബന്ധങ്ങൾ വന്നു കിട്ടുന്നതാണ് എന്ന് പറയും. ഞാൻ പറയും ബന്ധങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. ചില ബന്ധങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഈ ബന്ധം ചൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കുണ്ടാകുന്ന മെജോറിറ്റി ബന്ധങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് എന്നുള്ളത്. ബന്ധങ്ങൾ നല്ലതാണെങ്കിൽ ഒരാളുടെ ജീവിതം മെച്ചപ്പെട്ടതായിരിക്കും എന്നാണ്. ആളുകൾ എന്താ ആത്മഹത്യയുടെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കൃഷ്ണ? ഞാൻ വിചാരിക്കുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് ആ മൊമെന്റിൽ എനിക്ക് ആരുമില്ല, എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന ചിന്തയാണ്. എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്, എനിക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ കൂടെ ആളുണ്ട്, എന്നെ കേൾക്കാൻ ആളുകളുണ്ട് എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യില്ല എന്നാണ്. അപ്പോൾ ബന്ധങ്ങൾ കുറയുക ഇല്ലെങ്കിൽ ഇല്ലാതാവുക എന്ന് പറയുന്നത് ഒരു ട്രാജഡിയാണ് ജീവിതത്തിൽ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സർ, പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ഫോണിലുള്ള 6000 കോണ്ടാക്ട്സുകളാണ് എനിക്ക് ഗ്രോത്ത് തന്നതെന്ന്. ഞാൻ ചോദിക്കുകയാണ് സർ, റിലേഷൻഷിപ്പും ഗ്രോത്തും എത്രത്തോളം കണക്റ്റഡ് ആണ് അവര്? റിലേഷൻഷിപ്പും ഗ്രോത്തും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഒരാൾ ഗ്രോ ചെയ്യുക? നിലവിൽ എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായ പരിമിതികളുണ്ടാകും. അത് അറിവിലായിരിക്കാം, കഴിവിലായിരിക്കാം, സമ്പത്തിലായിരിക്കാം. ആ കുറവുകളെ നമ്മൾ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക? വേറെ ആളുകളുമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിലൂടെ, കൊലാബറേറ്റ് ചെയ്യുന്നതിലൂടെയാണല്ലോ ആ കുറവുകളെ. അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ പരിമിതികൾ കൂടുതൽ കുറയുകയും സ്വാഭാവികമായി പരിമിതികൾ കുറയുമ്പോൾ വളർച്ച കൂടുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ മൊബൈൽ ഫോൺ ആദ്യമായിട്ട് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങിച്ചപ്പോൾ 10 നമ്പറുകൾ എന്തോ ആണ് എഴുതാൻ പറ്റി. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ 6000 ചില നമ്പറുണ്ട് എൻ്റെ മൊബൈൽ ഫോണിൽ. നമുക്കെല്ലാം തന്നത് ഈ 6000 പേരാണെന്നാണ്. ഈ 6000 പേരുമായി ബന്ധമുണ്ടാക്കാനും അതിനെ നിലനിർത്താനും അറിയാം എന്നതാണ് ഒരു കഴിവായി നമ്മൾ കാണുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ ഘടകമാണ്. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാം, സാറ് പറഞ്ഞില്ലേ ഏത് റിലേഷൻഷിപ്പിലും വളർച്ച ഉണ്ടാവണമെന്ന്. വളർച്ച ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? വളരെ 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 ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു നല്ല റിലേഷൻഷിപ്പിൽ 2 ഘടകങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, ആ ബന്ധം നമുക്ക് സന്തോഷം തരും. കാരണം റിലേഷൻഷിപ്പുകളുടെ അടിസ്ഥാന പർപ്പസ് ഹാപ്പിനെസ് തരിക എന്നതാണ്. നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ, ബന്ധം ഉണ്ടാകുമ്പോൾ ആ ബന്ധത്തിലൂടെ നമുക്ക് രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം,
ഈ ബന്ധത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വളർച്ചയുണ്ടാകണം എന്നതാണ്. ഇത് രണ്ടുപേർക്കും ബാധകമാണ് കേട്ടോ. നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകുമ്പോൾ എന്നിലൂടെ നിങ്ങൾ വളരണം, നിങ്ങളിലൂടെ ഞാനും വളരണം. കാരണം രണ്ടുപേർക്കും വളർച്ച ഉണ്ടാകുമ്പോഴാണ് ഈ ബന്ധങ്ങൾ കോംപ്ലിമെൻ്റ് ചെയ്യുന്നതും നീണ്ടകാലം കൊണ്ടുപോകുന്നതും. ഇപ്പോൾ ഒരു വസ്തുക്ക് മാത്രമാണെങ്കിൽ ഇത് അധികകാലം മുന്നോട്ട് പോകില്ല. അപ്പോൾ നമ്മൾ ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ എന്തെങ്കിലും ആ ബന്ധത്തിൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ അദ്ദേഹം നമുക്ക് എന്തെങ്കിലും കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പെടുത്തണം. ഇനിയിപ്പം അദ്ദേഹം കോംപ്ലിമെൻ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അധികകാലം ഈ ബന്ധം കൊണ്ടുപോകില്ല, നിങ്ങൾക്കതൊരു ലയബിലിറ്റിയായി മാറും. തിരിച്ച് നിങ്ങൾ ലയബിലിറ്റിയായി മാറാതിരിക്കണമെങ്കിൽ ആ ബന്ധത്തിൽ നിങ്ങൾ എന്തെങ്കിലും കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അതായത് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് വളർച്ച ഉണ്ടാവുകയുള്ളൂ, സംശയമേ ഇല്ല. ഇപ്പൊ പല ബന്ധങ്ങളിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാൾ മാത്രം എല്ലാത്തിനും വിട്ടുകൊടുക്കുക, മറ്റേയാൾ മാത്രം എല്ലായിടത്തും വിൻ ചെയ്യുക. ഇപ്പൊ ഈ വിൻ ലോസ് എന്ന് പറയുന്ന ഒരു കാര്യം അതൊന്ന് ബാലൻസ് ചെയ്ത് പോയിട്ടല്ലേ കാര്യമുള്ളൂ. അതായത് ഈ കോംപ്രമൈസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ പറയാണ്, നമ്മൾ എന്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ പോണെങ്കിലും പിടിക്കേണ്ട സ്ഥലത്ത് പിടിക്കണം, പക്ഷെ വിട്ടുകൊടുക്കേണ്ട പല സ്ഥലങ്ങളും നമുക്കുണ്ടാവും. അപ്പൊ കോംപ്രമൈസിന്റെ ഇമ്പോർട്ടൻസ് എന്താ സർ? ഈ കോംപ്രമൈസ് എന്ന് പറയുന്ന വാക്കിനേക്കാൾ കോംപ്രമൈസിൽ ഒരു 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 നഷ്ടപ്പെടലുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നു. കോംപ്രമൈസ് ചെയ്യേണ്ടെന്നല്ല പറയണേ, അതിലൊരു നഷ്ടപ്പെടലിൻ്റെ ചിന്തയുണ്ടോ എന്ന് ചോദിക്കണം. ഇപ്പോൾ ഞാൻ കൃഷ്ണ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാണ്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ സാധനം കിടക്കാണ്. പകരം ഒരു കൊലാബറേഷനിൽ രണ്ട് സ്ഥലത്തും നമ്മൾ എന്തെങ്കിലും ചെയ്യും. എൻ്റെ പ്രവർത്തികൾ കാരണം നിങ്ങൾക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ പ്രവർത്തികൾ കാരണം എനിക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടാകും. അപ്പോൾ ഒരു അടിസ്ഥാനപരമായ ആ ചോദ്യം ചോദിച്ചാൽ മതി. അപ്പം ഞാൻ ആ ചോദ്യം ചോദിക്കുകയും നിങ്ങൾ ആ ചോദ്യം നിങ്ങൾ ചോദിക്കുകയും ചെയ്താൽ നമ്മുടെ ബന്ധം നന്നായി പോകില്ലേ? ഞാൻ ചോദിക്കുകയാണ്, ഈ ബന്ധം കാരണം കൃഷ്ണയ്ക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എൻ്റെ കാരണം? കൃഷ്ണ തിരിച്ചു ഇതേ ചോദ്യം കൃഷ്ണയോട് ചോദിച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ ഭാര്യ ഭർത്ത ബന്ധത്തിൽ പലപ്പോഴും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുക, മറ്റാൾ മാത്രം അത് അധികകാലം പോവില്ല എന്നതാണ് ഈ ഡൈവോഴ്സിലെത്തുന്നത്, അല്ലെങ്കിൽ അടിച്ചു പിരിയുന്നതൊക്കെ കാരണം ഇത് ഒരു ഭാഗത്ത് സഹിക്കുക മറ്റേ ഭാഗത്ത് തിമിർക്കുക എന്ന് അത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പൊ പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സിമിലാരിറ്റീസിനെ അക്സെപ്റ്റ് ചെയ്യണം, പക്ഷെ നമുക്ക് ഒത്തിരി ഡിഫറൻസസ് ഉണ്ടാവും. അത് നമ്മൾ ബിൽഡ് ചെയ്യാണ് വേണ്ടത്. ശരിക്കും ആ ഡിഫറൻസിൽ നോക്കാതെ ബിൽഡ് ചെയ്യാതെ പോകുന്നതാണ് റിലേഷൻഷിപ്പ് എൻ്റെ അവനുള്ള ഒരു റീസൺ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഡിഫറൻസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നതൊരു വലിയ കാര്യം. ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, ദുബായിലെ മിറക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു പൂക്കളുടെ ഒരു വലിയ സ്ഥലമുണ്ട്, കണ്ടമാനം പൂക്കളുള്ള ഒരു സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ തവണ ദുബായി പോയപ്പോൾ അത് കാണാൻ പോയിരുന്നു. ഈ മിറക്കിൾ ഗാർഡൻ ഭയങ്കര സൗന്ദര്യമാണ്. കാരണം അവിടെ 10,000 പൂക്കളാണ്. റോസാപ്പൂണ്ട്, മുല്ലപ്പൂണ്ട്, അങ്ങനെ പോലെ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മിറക്കിൾ ഗാർഡൻ മുഴുവനും റോസാപ്പൂ മാത്രമായിരുന്നുവെങ്കിൽ ഇത്ര ആളുകൾ കാണാൻ വരുമോ? ഇല്ല. ആ ഗാർഡൻ മുഴുവനും പലതരം പൂക്കളായതാണ് ആ ഗാർഡൻ്റെ സൗന്ദര്യം. മനുഷ്യന്മാരും അങ്ങനെയാണ്, വളരെ ഡിഫറെൻ്റായ ആളുകളാണ്. ആ ഡിഫറൻസ് ആണ് ജീവിതത്തിന് സൗന്ദര്യം തരണേ എന്നതാണ്. പക്ഷെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, എൻ്റെ ഡിഫറൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡിഫറൻസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ആ അക്സെപ്റ്റൻസ് എൻ്റെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നതാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വളരെ ഡിഫറെൻ്റാണ് എന്നൊരു ഭർത്താവോ ഭാര്യയോ അങ്ങനെ പറയുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എൻ്റെ ഈ ഡിഫറൻസ് അയാളെ ബാധിക്കുന്നുണ്ടോ? കാരണം നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നതല്ലേ കുടുംബത്തിൽ. ഞാൻ ഇങ്ങനെയാണ് പോവുള്ളൂ, എൻ്റെ സ്റ്റൈൽ ഇതാണ്, ഞാനിതാണ്, എൻ്റെ പേഴ്സണാലിറ്റി ഇതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലത്ത് അത് അദ്ദേഹത്തിനെ ഹർട്ട് ചെയ്യുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് എന്നാണ്. ഇത് രണ്ട് സൈഡും ബാധകമാണെന്ന് എനിക്കിത് പറഞ്ഞപ്പോഴാണ് ഒരു കോമൺ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്തു വരുന്ന ഒരു വേർഡ് ഉണ്ട്,
എനിക്ക് എൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടിയില്ല എന്ന്. ഇത് ഞാൻ ഇപ്പോൾ ഒരു എവിടെ പോയാലും കേൾക്കുന്നതാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിനക്ക് നിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട്, എനിക്കത് കാരണം അതിൽ കയറി ഇടപെടണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ്. കല്യാണം കഴിഞ്ഞു എന്നതുകൊണ്ട് ഭർത്താവിൻ്റെ സ്പേസ് ഭാര്യയുടെയാണെന്നും ഭാര്യയുടെ മുഴുവൻ സ്പേസും ഭർത്താവിൻ്റെ കൺട്രോളിലാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ്. എത്ര നമ്മൾ ഭാര്യ ഭർത്ത ബന്ധമായാലും എന്തൊക്കെയായാലും ഒരു അവരുടേതായ, ഇപ്പോൾ എൻ്റെതായ ഒരു സമയമുണ്ടല്ലോ, നിങ്ങളുടേതായ ഒരു സമയം ഉണ്ടാവണം. അപ്പോൾ അത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നതാണ്. അതുകൊണ്ട് ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവ് ഇടപെടാതിരിക്കുക, ഭർത്താവിൻ്റെ കാര്യത്തിൽ ഭാര്യ ഇടപെടാതിരിക്കുക എന്നതല്ല. എന്നാലും അവരവരുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുപോലും ഇപ്പോൾ ഉദാഹരണം, ഭർത്താവ് നോൺ വെജ് കഴിക്കില്ല, അതുകൊണ്ട് ഭാര്യയും നോൺ വെജ് കഴിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ഭാര്യ നോൺ വെജ് കഴിക്കുന്നു, അതുകൊണ്ട് ഭർത്താവ് കഴിച്ചേ പറ്റൂ. അതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ഇപ്പോൾ 1-ാം തീയതി തൊട്ട് അടുത്ത 5 കൊല്ലത്തേക്ക് വെജാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ വെജ് കഴിക്കണം, എൻ്റെ ഭാര്യ വെജ് കഴിക്കണം, ഇവിടുത്തെ രീതി അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നത് മഹാമണ്ടത്തരമാണെന്നാണ്. അത് തിരിച്ചും അപ്പം അവർ നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ നോൺ വെജ് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് അവർ എന്നോട് പറയുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ ഈ നോൺ വെജ് കഴിക്കാതിരിക്കുന്നത് അവരെ ഏതെങ്കിലും രീതിക്ക് ബാധിക്കുന്നുണ്ടോ എന്നത് ഞാൻ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം, അവർ നോൺ വെജ് മാത്രം വച്ചിരിക്കുന്ന സമയത്ത് വെജിന്റെ ഒരു കറി കുറവാണ്, അത് ഞാൻ ഒച്ചപ്പാടുണ്ടാക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതെന്ത് മര്യാദ എന്നൊക്കെ പറഞ്ഞ്, കാരണം ആ സാഹചര്യത്തിൽ അവർക്ക് അതേ വെക്കാൻ പറ്റുള്ളൂ, അപ്പം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നാണ്. ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ പറഞ്ഞ ആ ക്രൈറ്റീരിയയിലാണ്. ഈ ബന്ധം നീണ്ടകാലം കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, തിരിച്ചും നിങ്ങൾ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഇതിൽ റെസ്പെക്റ്റിന്റെ ഒരു കാര്യം കൂടി കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും സർ? ഇപ്പൊ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ ഹൗസ് വൈഫ്സ് പലരും വീട്ടിലിരിക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് ഇപ്പോൾ ഈവനിങ് ഒരു ഹസ്ബൻഡ് എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഇവിടെ എന്താ പണിയുള്ളത്, ഒരു പണിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവർ ഹൗസ് വൈഫ് ആണെങ്കിൽ കൂടിയും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. തിരിച്ച് അതുപോലെ തന്നെയാണ്. ഇപ്പൊ റെസ്പെക്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് റിലേഷൻഷിപ്പ്? ഓരോ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കേട്ടോ. കുട്ടികളെ നോക്കുക, വളർത്തുക എന്ന് പറയുന്നത് അത്ര ശമ്പളം കിട്ടുന്നില്ലായിരിക്കാം, പക്ഷേ അത് അത്രയും എളുപ്പമുള്ളൊരു ജോലിയാണെന്ന് തോന്നുന്നില്ല. അതിപ്പോൾ തോന്നണമെങ്കിൽ ഭാര്യനെ എവിടെയെങ്കിലും വിട്ടിട്ട് കുട്ടികളെ നോക്കാൻ നമ്മൾ വീട്ടിലിരുന്നാൽ അതിൻ്റെ വിഷമം മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ ജോലിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. വീട്ടിൽ ചെയ്യുന്ന ജോലിക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, പുറത്തുപോയി ജോലി ചെയ്യുന്നതിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞാനാണ് കുടുംബം നോക്കുന്നത്, ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഭാര്യ പറഞ്ഞാലും ശരി, ഇല്ല ഇതിൻ്റെ എല്ലാം കാരണം ഞാനാണ് എന്ന് ഭർത്താവ് പറയുന്നതായാലും ശരി, അത് രണ്ടും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് പരസ്പര പൂരകങ്ങളാണ്. ഇയാൾ പുറത്തു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സ്ത്രീ പുറത്തു പോയി കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നും, അതുപോലെ തന്നെ ഇവിടെ ചില കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയുന്നതെന്നും ഒരു തിരിച്ചറിവുണ്ടായാൽ മതി എന്നാണ്. അത് ആ തിരിച്ചറിവില്ലാതെ ഞാൻ എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ പ്രശ്നമുണ്ടാവും. ഒരു മ്യൂച്വൽ റെസ്പെക്ട് എപ്പോഴും വേണം നമ്മുടെ റിലേഷൻഷിപ്പ്. അതാണ് റെസ്പെക്റ്റ് അല്ല, മ്യൂച്വൽ റെസ്പെക്ട്. ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, തിരിച്ചും ഒരു മനുഷ്യൻ എന്ന രീതിക്ക്. സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ വിട്ടുകളയാണ്. അത് ആരോടായാലും, മക്കളോടായാലും. ചില ആളുകൾ പറയും ഭാര്യയെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം, മക്കളെ റെസ്പെക്ട് ചെയ്യണ്ടേ, അച്ഛനമ്മയെ റെസ്പെക്ട് ചെയ്യണ്ടേ, ഭാര്യയുടെ അമ്മേനെ റെസ്പെക്ട് ചെയ്യണ്ടേ. അപ്പോൾ മനുഷ്യന്മാരാണ്. ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും, തിരിച്ച് നിങ്ങളും എന്നെ റെസ്പെക്ട് ചെയ്യും. ചിലപ്പോൾ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം എന്തിലാണ്? ചെയ്യുന്ന പ്രവൃത്തിയിലാണ്, ആശയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസം. അല്ലാതെ നിങ്ങളെ കൊള്ളില്ല, എന്നെ കൊള്ളില്ല, അങ്ങനെ അത്തരം വാദഗതികൾക്ക് പോകുമ്പോൾ കോൺഫ്ലിക്റ്റ് കൂടും. ഇപ്പം ഈ കോൺഫ്ലിക്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം.
ഈ വഴക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് ഈ കുഴി തോണ്ടണ പരിപാടി എല്ലാവർക്കും ഉണ്ട്. ഈ പാസ്റ്റിൽ പോയി കുറേ കാര്യങ്ങൾ എടുത്ത് നമ്മുടെ പ്രസന്റിൽ കൊണ്ടുവന്ന് അതൊരു വലിയൊരു ചർച്ചാ വിഷയമാക്കി അതൊക്കെ ശരിക്കും ബന്ധങ്ങൾ ഇല്ലാതാക്കില്ലേ സാർ? ഭയങ്കര അപകടകരമാണ്. എപ്പോഴാണോ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അപ്പം ഭൂതകാലം ആര് പറഞ്ഞാലും ശരി ആ കോൺഫ്ലിക്റ്റ് വഷളാവേ ഉള്ളൂ. അപ്പോൾ വർത്തമാനകാലത്തിലെ ഇഷ്യൂവിനെ മാത്രമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പകരം ഭൂതകാലത്തിൻ്റെ കഥ നിങ്ങൾ എന്ന് പറഞ്ഞോ അന്ന് ഇത് വഷളാകും. അതുകൊണ്ട് ഭൂതകാലത്തിന് വളരെ വളരെ സൂക്ഷിക്കണം. ഭൂതകാലത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നോ ചർച്ച ചെയ്യേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഭൂതകാലം കഴിഞ്ഞു പോയതാണ്. ദൈവതമ്പുരാൻ വന്നാൽ പോലും ഒന്നും ചെയ്യാനില്ല. അതെടുത്ത് ചകഞ്ഞ് ജീവിതം കട്ടപ്പുകയാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എനിക്കിപ്പോൾ ഇത് ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇപ്പോൾ വഴക്കുകൾ ഉണ്ടാവുമ്പോൾ ഒരു മെസ്സേജിൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ തീരാവുന്ന വഴക്കുകളെ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും അതാരും ചെയ്യാൻ മെനക്കെടില്ല. അങ്ങോട്ട് പോയി മിണ്ടുക, അങ്ങോട്ട് പോയി സംസാരിക്കുക എന്നൊക്കെ. ഞാനിവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസാണ് ചോദിക്കുന്നത്. റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എന്ന് കമ്മ്യൂണിക്കേഷൻ ബ്രേക്കായോ അന്ന് റിലേഷൻഷിപ്പ് തീർന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വല്ലാത്ത സാധനമാണ്. റിലേഷൻഷിപ്പിൻ്റെ ബേസിക് സാധനമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? എൻ്റെ ചിന്തകളും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ വികാരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ നിങ്ങൾ എൻ്റെ കൂടെ നന്നായി പെരുമാറുള്ളൂ. തിരിച്ചും. അപ്പം ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആശയവിനിമയത്തിലൂടെയാണ്. ഈ ആശയവിനിമയത്തിൽ എവിടെയെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ അപജയം എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ, ഈ TV OTT ഒക്കെ വന്നത് ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ കുടുംബത്തിലെ ആശയവിനിമയം ഇല്ലാതാക്കി. അപ്പം മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിന് വേണ്ടി വന്നതാണ്. പക്ഷേ മൊബൈൽ ഫോണുകൾ വീട്ടിലെ ആശയവിനിമയങ്ങൾ ഇല്ലാതാക്കി. നമ്മളിപ്പോൾ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് 1 മണിക്കൂർ കിട്ടുമ്പോൾ നമുക്ക് മക്കളുമായി, ഭാര്യയുമായി, ഭർത്താവുമായി ഇടപഴകാൻ സമയമില്ല എന്നതാണ്. അപ്പോൾ ആശയവിനിമയം ബ്രേക്കാകാതെ നോക്കേണ്ടത് വളരെ വളരെ അനിവാര്യമാണ് എന്നാണ്. ഇതിൽ ഒരാൾക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, 2 പേർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി അതിൽ ഒരാൾ സഹകരിച്ചില്ലെങ്കിലും ഇത് ബ്രേക്കാവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് നിങ്ങൾ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഈ ബ്ലെയിമിങ് ആയിരിക്കും ചില പലപ്പോഴും. അതായത് ഇൻട്രോസ്പെക്ഷനെ നടത്തില്ല. ഇപ്പം നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഞാൻ എൻ്റെ അകത്തേക്ക് നോക്കുന്ന ഒരു നോട്ടം ഉണ്ടല്ലോ, ഈ നോട്ടം എന്ന് നിങ്ങൾക്ക് വരാതാകുന്നു അന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യും. ഈ ബ്ലെയിം ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര അപകടം ഉണ്ടാകുന്ന കാര്യം. ഒത്തിരി ടെൻഷൻസും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് ബന്ധത്തിന് ഒത്തിരി വഷളാക്കും. അതായത് അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട് അത് ചെയ്യണമെന്നറിയോ? അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യണ്ടല്ലോ. അതെ, റെസ്പോൺസിബിലിറ്റി മുഴുവൻ ഒരാളുടെ തലയിലേക്ക് വെച്ചു. ലോകത്തെ ഏറ്റവും വലിയ മടിയന്മാർ ചെയ്യുന്ന ഒരു പണിയാണ്. നിങ്ങളെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയാത്തവനാണ് ഫുൾ ബ്ലെയിം ചെയ്യുന്നത്. അതിന് പകരം ഇയാൾക്ക് ചിന്തിക്കാം, തെറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ടാകാം, എൻ്റെ ഭാഗത്തുണ്ടാകാം. അതൊരു സംവാദത്തിലൂടെ ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ തീർക്കാവുന്ന കാര്യമുള്ളൂ. ഒരു ബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിട്ട് ഇപ്പൊ തോന്നി? ട്രസ്റ്റാണ്, വിശ്വാസമാണ്. എനിക്ക് നിങ്ങളെയും ഉണ്ടാകുന്ന വിശ്വാസം അല്ലേ? നമ്മളെ ഇതൊരു പരസ്യത്തിൽ പറയില്ലേ, വിശ്വാസമാണ് എല്ലാം. വളരെ ശരിയാണ്. കാരണം ഒരു ബന്ധം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമ്മൾ ലോകത്തെ എല്ലാ ബന്ധങ്ങളും തുടങ്ങുന്നത് ഒരു വിശ്വാസത്തിന് പുറത്താണ്. അപ്പോൾ ആ വിശ്വാസത്തിന് അനുകൂലമായ കാര്യങ്ങൾ പരസ്പരം ചെയ്യുക എന്നത്. ട്രസ്റ്റ് നഷ്ടപ്പെട്ട ഒത്തിരി പാടാണല്ലേ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ? തിരിച്ച് ബിൽഡ് ചെയ്തുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. ഒരു ഐഡിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെന്നല്ലേ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ സർ? ലോകത്ത് ഐഡിയൽ എന്ന് പറഞ്ഞൊന്നില്ല. പക്ഷെ അത് പെർഫെക്ഷന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒന്നിനെ 100% എഫിഷ്യൻസി, ഫിസിക്സ് ഞാൻ പഠിച്ച സമയത്ത്
100% എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെന്നും, പക്ഷെ അതിലേക്കുള്ള യാത്രയാണ് പ്രോഗ്രസ് എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ബന്ധങ്ങളും. ബന്ധങ്ങളെ ഓരോ സമയവും എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് ചിന്തിക്കുക. ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് എന്ന റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. നമ്മൾ തന്നെ കുറെ ഇൻഗ്രീഡിയൻസ് കൊടുത്ത് ട്രസ്റ്റ്, മ്യൂച്വൽ റെസ്പെക്ട് ഇതൊക്കെ കൊടുത്ത് നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒന്നാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലെ, ഒരു ഗോൾഡൻ ലൈൻ പോലെ സാറിന് പറയാൻ പറ്റുവാണെങ്കിൽ എങ്ങനെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താം? നിങ്ങളുടെ ബന്ധങ്ങളാണ് നിങ്ങൾ എന്നാണ്. നമ്മൾ മക്കളെ കുറിച്ച് പറയില്ലേ, അവന്റെ 4 കൂട്ടുകാരെ കൂട്ടി 4 കൊണ്ട് കരിക്കൂ, നിങ്ങളുടെ മകൻ ആരാന്ന് കിട്ടും എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ബന്ധങ്ങളാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ബന്ധങ്ങളെ ചൂസ് ചെയ്യുക. ബന്ധങ്ങൾ വിലപിടിപ്പുള്ളതാണ്. അതിനെ വലിയ ട്രഷറായി കാണുക. എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വീടോ കാറോ ഒന്നുമല്ല, എൻ്റെ ബന്ധങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ബന്ധങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്തപ്പോൾ ഒത്തിരി ഇൻസൈറ്റ്സ് കിട്ടി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കട്ടെ, ആ ബന്ധങ്ങളിലൂടെ വളരാനായിട്ട് അവർക്ക് പറ്റട്ടെ. ഈ ഒരു ടോപ്പിക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.